Guys, if you are tired of dealing with breakouts, dull skin or razor bumps, then listen up. കാരണം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു അൾട്ടിമേറ്റ് സ്കിൻ കെയർ റുട്ടീനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. That will have you looking fresh and confident within no time. So, ഇനി അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ let's get right into it. So, നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ക്ലെൻസ് യുവർ സ്കിൻ. നിങ്ങളുടെ സ്കിന്നിൽ ദിവസം മുഴുവൻ എല്ലാത്തരം അഴുക്കും ബാക്ടീരിയയും ഓയിലും എല്ലാം അടിഞ്ഞു കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നെ ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കുന്നതിനായിട്ട് നിങ്ങൾ ഡെയിലി മുഖം കഴുകുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. ഇവിടെ ഡെയിലി മുഖം കഴുകുന്ന എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്യുന്ന ആ ഒരു മാറ്ററല്ല നമ്മളിവിടെ പറയുന്നത്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ചുമ്മാ പുറത്തു പോയിട്ട് വരുവാണെങ്കിൽ തന്നെ ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ കുറച്ച് വെള്ളം എടുത്ത് നിങ്ങളുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ആ ഒരു ഫേസിൻ്റെ ഡൾനെസ് മാറ്റി തരുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു മൈൻഡിനെ ഫ്രഷ് ആക്കാൻ കൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇങ്ങനെ നിങ്ങൾ മുഖം കഴിയുമ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ ഒരു ദിവസം ഒരു 10 പ്രാവശ്യം പുറത്തു പോയി, അപ്പോൾ നിങ്ങൾ 10 പ്രാവശ്യവും വീട്ടിൽ വന്നിട്ട് ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് മുഖം കഴുകുക എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം നിങ്ങൾ എത്രയും പ്രാവശ്യമൊക്കെ ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസറൊക്കെ യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്കിന്നിന് ഒട്ടും നല്ലതായിരിക്കത്തില്ല. കാരണം അത് നിങ്ങളുടെ സ്കിന്നെ ഡ്രൈയും റഫും ഒക്കെ ആക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ദിവസം 1-2 പ്രാവശ്യം നിങ്ങൾ ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ യൂസ് ചെയ്ത് നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്യുക. വൺസ് ഇൻ ദ മോർണിംഗ് ആൻഡ് വൺസ് ഇൻ ദ ഈവനിങ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരുന്ന ടൈമിൽ ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നിങ്ങളുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ സ്കിന്നെ ത്രൂ ഔട്ട് ദ ഡേ ക്ലീൻ ആയിട്ട് വെക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫ്രഷ് ഫീലും കൂടി തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞാൽ യൂസ് എ മോയ്സ്ചറൈസർ. നിങ്ങളുടെ ചർമ്മം മികച്ചതായി കാണിക്കുന്നതിന് ഈർപ്പം വളരെ അത്യാവശ്യമായൊരു ഫാക്ടർ തന്നെയാണ്. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് വളരെ ഡ്രൈ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഓവറോൾ അപ്പിയറൻസിനെ തന്നെ നല്ല രീതിക്ക് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ദിവസേന 1-2 തവണയെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് കൺസിഡർ ചെയ്യുക. അത് നിങ്ങളുടെ സ്കിന്നിൽ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് കീപ്പ് ചെയ്യാനും നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആയി പോവാതെ സൂക്ഷിക്കാനും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സ്കിന്നിൽ ആ ഒരു വാട്ടർ കണ്ടൻറ്റ് നിലനിർത്താനുള്ള മറ്റൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ്. നിങ്ങൾ കേട്ട് കാണും പല ആൾക്കാരും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ദിവസേന ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കുക എന്നുള്ളതൊക്കെ. ബട്ട് നിങ്ങൾക്ക് അത്രയും പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ മിനിമം നിങ്ങൾക്ക് ദാഹിക്കുന്ന ടൈമിലെങ്കിലും മടിയൊന്നും വിചാരിക്കാതെ നല്ല രീതിക്ക് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ദാഹം തോന്നി വെള്ളം കുടിക്കാൻ പോകുമ്പോൾ ജസ്റ്റ് 1 ഗ്ലാസ് വെള്ളമോ എന്തെങ്കിലും കുടിച്ച് നിർത്താതെ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആ ഒരു ടൈമിൽ വെള്ളം കുടിച്ച് നിങ്ങളുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ആ ഒരു സ്കിന്നിലെ മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്കിന്നെ ഫ്രഷ് ആയിട്ട് കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു ബോഡീൻ്റെ ആ ഒരു എനർജി ലെവൽ അത് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ടും അതായത് നിങ്ങളുടെ ആ ഒരു ഓവറോൾ പെർഫോമൻസ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ടൊക്കെ നല്ല രീതിക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇനി നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ഫോലിയേറ്റ് ട്വൈസ് എ വീക്ക്. നിങ്ങളുടെ സ്കിന്നിനെ എപ്പോഴും ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ചർമ്മത്തിൽ നിന്നും ആ ഒരു ഡെഡ് സ്കിൻ സെൽസിനെ നീക്കം ചെയ്യുക എന്നുള്ളത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് തന്നെയാണ്. സോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വളരെ മൃദുവായൊരു സ്ക്രബ്ബർ യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അത് നിങ്ങളുടെ സ്കിന്നിൻ്റെ സർഫേസിൽ നിന്നും ആ ഒരു അൺവാണ്ടഡ് പാർട്ടിക്കിൾസ് എല്ലാം റിമൂവ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു ഓവറോൾ ഡൾനെസ്സൊക്കെ മാറ്റി അതിന് ത്രൂ ഔട്ട് ഒരു ക്ലീൻ ആൻഡ് ഫ്രഷ് ഫീല് നൽകുന്നതിനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ വീക്ക്ലി അറ്റ്ലീസ്റ്റ് ഒരു 2 പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങളുടെ സ്കിന്നിൻ്റെ സർഫേസിൽ നിന്നും ആ ഒരു ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സും ക്ലീൻനെസ്സും നിലനിർത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഫാക്ടറാണ്. ഇനി നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ സ്റ്റെപ്പാണ് മാനേജ് യുവർ ഷേവിംഗ് ടെക്നിക്ക്. സോ ഒരാണെന്ന നിലയിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫാക്ടർ
ഫാക്ടർ ആയിരിക്കും ഷേവിങ് എന്ന് പറയുന്നത്. കാരണം നിങ്ങളിപ്പോൾ വളരെ നല്ല രീതിക്ക് ഡ്രസ്സ് ചെയ്തൊരു സ്ഥലത്ത് പോയാലും നിങ്ങളുടെ ഗ്രൂമിങ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഓവറോൾ അപ്പിയറൻസ് തന്നെ മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. കാരണം നല്ല രീതിക്ക് ഡ്രസ്സ് ചെയ്യുന്ന ഒരാൾ അയാളുടെ താടിയും എല്ലാം നല്ല രീതിക്ക് ട്രിം ചെയ്തല്ല വരുന്നതെന്നുണ്ടെങ്കിൽ അയാളുടെ ആ ഒരു ഓവറോൾ അപ്പിയറൻസ് തന്നെ അവിടെ മൊത്തത്തിൽ അലമ്പായി പോകുന്നതായിരിക്കും. സോ ഷേവിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ എത്ര പ്രാവശ്യം ഷേവ് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ ഒരു പെർഫെക്റ്റ് ഷേവിങ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത് കൺസിഡർ ചെയ്യുക. കാരണം ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഗ്രൂമിങ്ങിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കീപ്പ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇഞ്ചുറി റിസ്ക്സ് കുറയ്ക്കാനും നിങ്ങൾക്ക് നല്ല രീതിക്ക് സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ എത്ര പ്രാവശ്യം ഷേവ് ചെയ്താലും ആ ഒരു പെർഫെക്റ്റ് ഷേവിങ് ടെക്നിക്ക് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഷേവ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു ഫ്രിക്ഷൻ ലെവൽ മെച്ചപ്പെടുത്തി എടുക്കുന്നതിനായിട്ട് നിങ്ങളുടെ സ്കിന്നൊന്ന് നനച്ചു കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ ആ ഒരു ഷേവിങ് ക്രീം നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യുക. പിന്നെ മുടി വളരുന്ന ഡയറക്ഷനിലോട്ട് ഷേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ഷേവിന് ശേഷം നിങ്ങളുടെ ആ ഒരു റേസറും പിന്നെ ആ ഒരു ബ്ലേഡും ഒക്കെ നല്ല രീതിക്ക് തുടച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത് യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു റേസറും ബ്ലേഡും ക്ലീനായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും കൺസിഡർ ചെയ്യുക. ഇനി അടുത്ത നമ്മുടെ ലിസ്റ്റിലെ 5ാമത്തെ സ്റ്റെപ്പാണ് സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് ഡ്രിങ്ക് വാട്ടർ ഡെയിലി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ നിങ്ങളുടെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരേ ഒരു മാർഗം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് കൂടിയാണ്. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് സ്ഥിരമായി വെള്ളം കുടിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ദിവസത്തിൻ്റെ തുടക്കം തന്നെ ഒരു വലിയ കുപ്പിയിൽ വെള്ളം നിറച്ചെടുത്തിട്ട് അത് കോൺസ്റ്റൻറ്റ് ഇൻ്റർവെൽസിൽ ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ സിപ്പ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഒറ്റയടിക്ക് ആ ഒരു വെള്ളം മൊത്തം കുടിച്ച് തീർക്കല്ലേ, അത് നിങ്ങൾ അധികം ഓരോ ഇൻ്റർവെല്ലിലും കുറച്ച് വെച്ച് സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അത് നിങ്ങളുടെ ആ ഒരു സ്കിന്നിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് കീപ്പ് ചെയ്യാനും നിങ്ങളുടെ ബോഡീനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു ദിവസം വെള്ളം കുടിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എപ്പോഴും. കാരണം വെള്ളം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിന്നിനെ മോയ്സ്ചർ കണ്ടൻറ്റ് കീപ്പ് ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു ഓവറോൾ പെർഫോമൻസ് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. സോ നിങ്ങൾ ഒരു ദിവസം മാക്സിമം പറ്റുന്നത്ര വെള്ളം കുടിക്കുക. ഇനി നമ്മുടെ ലിസ്റ്റിലെ 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡർ യൂസിങ് സൺസ്ക്രീൻ വെനെവർ യു ഗോ ഔട്ട്. നിങ്ങളിപ്പോൾ കുറച്ച് സമയത്തേക്ക് മാത്രമാണ് പുറത്തോട്ട് പോകുന്നതെങ്കിലും, അതായത് ഇപ്പോൾ ഒരു 10-15 മിനിറ്റത്തേക്ക് മാത്രമാണ് നിങ്ങൾ പുറത്തു പോകുന്നതെങ്കിലും നല്ലൊരു സൺസ്ക്രീനും പിന്നെ അതേപോലെ തന്നെ ഒരു ഹാറ്റും എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മാക്സിമം ഫുൾ സ്ലീവ് ടീഷർട്ട് അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഷർട്ട്സ് യൂസ് ചെയ്യുന്നത് പരിഗണിക്കുക. കാരണം ഇത് നിങ്ങളുടെ സ്കിന്നിനെയും പിന്നെ സണ്ണിൻ്റെ ആ ഒരു റേസുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റ് മാക്സിമം ഒഴിവാക്കി നിർത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത നമ്മൾ ലിസ്റ്റിലെ 7ാമത്തെ സ്റ്റെപ്പാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും ബട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ലിമിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ഹാബിറ്റാണ്. ആൻഡ് ദാറ്റ്സ് അവോയ്ഡ് ടച്ചിങ് യുവർ സ്കിൻ ടു മച്ച്. ഇപ്പോൾ ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കുറേ പേരുടെയൊക്കെ കൈ നിങ്ങളുടെ മുഖത്തൊക്കെ തൊട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം അത് ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നതാണ്. അത് നമുക്കങ്ങനെ പെട്ടെന്നൊന്നും നിർത്തിയെടുക്കാൻ പറ്റുന്നൊരു ഹാബിറ്റല്ല. ബട്ട് നിങ്ങളുടെ സ്കിന്നെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഹാബിറ്റ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നിങ്ങളുടെ കൈകളിൽ ഓൾറെഡി കുറേ അഴുക്കും എണ്ണയൊക്കെ അടിഞ്ഞു കൂടിയിരിക്കുന്നുണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങൾ ദിവസവും ഓരോ സാധനങ്ങൾ നിങ്ങളുടെ കൈ യൂസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഴുക്കും പിന്നെ ബാക്കി ഓയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി പ്രസൻ്റ് ആയിരിക്കും. സോ പിന്നെ ആ കൈ നിങ്ങൾ നിങ്ങളുടെ മുഖത്തിലോട്ടൊക്കെ കൊണ്ടു ചെല്ലുമ്പോഴും നിങ്ങളുടെ മുഖത്തിലൊക്കെ തൊടുമ്പോഴും നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു അഴുക്കും ഓയിൽസും ഒക്കെ നിങ്ങളുടെ ആ ഒരു സ്കിന്നിൻ്റെ, അതായത് നിങ്ങളുടെ ആ ഒരു ഫേസിൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു സർഫീസിൽ പറ്റി പിടിച്ചിരിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പിന്നെ മുഖക്കുരുവും കാര്യങ്ങളിലോട്ടൊക്കെ ലീഡ് ചെയ്യാനായിട്ടും വളരെയധികം ചാൻസസ് ആണ് കാണുന്നത്. പിന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കൈ ഫേസിലോട്ട് കൊണ്ടുചെല്ലുന്നതും ഈ ഒരു മുഖക്കുരു പോപ്പ് ചെയ്ത് കളയാൻ തന്നെ ആയിരിക്കും. ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ
ആ ഒരു മുഖക്കുരു പോപ്പ് ചെയ്ത് കളയുന്നതിന് പകരം അതിൻ്റെ രീതിക്ക് തന്നെ വിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. കാരണം നിങ്ങൾ ആ ഒരു മുഖക്കുരു പോപ്പ് ചെയ്ത് കളയാനായിട്ട് നിങ്ങളുടെ കൈ ഫേസിൽ കൊണ്ടുപോയി തൊട്ട് പിന്നെ അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കൂടുതൽ പിമ്പിൾസ് ഉണ്ടാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. സോ നിങ്ങൾ നിങ്ങളുടെ സ്കിന്ന് തന്നെ ഡാമേജ് ചെയ്യുന്നതിലും നല്ല ആ ഒരു മുഖക്കുരുവിനെ അതിൻ്റെ രീതിയിൽ തന്നെ വിടുകയാണെങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഡാമേജ് ആയി പോകും. ഇനി നമ്മളെ ലിസ്റ്റിൽ 8ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകോർപ്പറേറ്റ് എ ഹെൽത്തി ഡയറ്റ്. കൂടുതലായിട്ട് പഞ്ചസാരയും ചീസും ഒക്കെ കൺസ്യൂം ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിന്നിലേക്ക് ലീഡ് ചെയ്തേക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഫുള്ളായിട്ട് ഒഴിവാക്കുക എന്നല്ല, നിങ്ങൾ എന്നാലും ലിമിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡയറ്റിൽ കൂടുതലും ഈ ഒരു കാര്യങ്ങളൊക്കെ ലിമിറ്റ് ചെയ്തിട്ട് കൂടുതലായിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് കൂടുതലായിട്ട് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ലഭിക്കുന്നൊരു ഡയറ്റാണ് നിങ്ങളുടേതെന്ന് ഉറപ്പാക്കുക. കാരണം അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ആ ഒരു ന്യൂട്രിയൻസ് എല്ലാം തരുന്നതിനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതിനൊപ്പം തന്നെ നിങ്ങളിപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ഒരാളാണ്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സപ്ലിമെൻ്റ് ആയിട്ട് ക്രിയേറ്റിനൊക്കെ എടുക്കുന്നുണ്ടാകും. ബട്ട് അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വർക്കൗട്ടിൽ ഗെയിൻസിന് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു കമ്പോണൻറ്റ് തന്നെയാണ്. ബട്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും അത് നിങ്ങളുടെ സ്കിന്നിന് ഒട്ടും നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് സാധനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ അത് നിങ്ങൾ നിർത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റത്തെ സ്റ്റെപ്പാണ്, ദാറ്റ്സ് ഇംപ്രൂവ് യുവർ സ്ലീപ്പിംഗ് ഷെഡ്യൂൾ. നിങ്ങളുടെ സ്കിന്നിനെ ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഉറക്കമെന്ന് പറയുന്നത്. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 7 to 8 hours എങ്കിലും ഒരു ദിവസം സ്ലീപ്പ് എടുക്കണമെന്നായിരിക്കും. അത് ഞാനെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കിപ്പോൾ 7 to 8 hours സ്ലീപ്പ് എടുക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 6 hours എങ്കിലും ഉറക്കം എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി നിങ്ങളുടെ ആ ഒരു ഉറക്കം എണീറ്റ് കഴിയുമ്പോൾ ത്രൂ ഔട്ട് ദ ഡേ നിങ്ങൾക്കൊരു ഡൾ ഫീൽ ആയിരിക്കും ഉള്ളത്. നിങ്ങളുടെ ആ ഒരു ഫേസ് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും നിങ്ങൾ നല്ല രീതിക്ക് ഉറങ്ങിയിട്ടില്ല. നിങ്ങളുടെ ഫേസ് ത്രൂ ഔട്ട് ദ ഡേ ഒരു ഡൾ ലുക്കായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കണ്ണിൻ്റെ അടിയിൽ ആ ഒരു കറുത്ത പാട് വരാതിരിക്കാനും പിന്നെ ഇപ്പോൾ അതുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗുഡ് നൈറ്റ് സ്ലീപ്പ് എടുക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഉറക്കം സാക്രിഫൈസ് ചെയ്തൊന്നും ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിന്നാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ. സോ അപ്പോൾ ഇതായിരുന്നു നമ്മൾ സെറ്റ് ചെയ്ത ഒരു അൾട്ടിമേറ്റ് സ്കിൻ കെയർ റുട്ടീൻ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് വ്യത്യാസമുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല നിങ്ങളുടെ ഫ്രണ്ടിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ കെയർ ആക്ഷൻസും എല്ലാവർക്കും ആ ഒരു സെയിം റിസൾട്ട്സ് തന്നെ കാണിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇതിപ്പോൾ ചിലവർക്ക് വളരെ നല്ല റിസൾട്ടായിരിക്കും കാണിക്കുന്നത്, ചിലവർക്ക് അത് ഒരു രീതിയിലും ഒരു വ്യത്യാസവും കാണിക്കുന്നുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ചിലവർക്ക് അത് ഇൻഫെക്ഷൻസിലോട്ടൊക്കെ ലീഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ അപ്പോൾ ഒരിക്കലും നിങ്ങൾ വേറൊരാൾ അയാൾക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറയുന്നത് കേട്ടിട്ട് ചാടിക്കേറി ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാനായിട്ട് നിൽക്കരുത്. നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് തരുന്ന ഏത് ടൈപ്പ് റുട്ടീനാണോ അതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം എല്ലാ ടൈപ്പ് സാധനങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അതിപ്പോൾ എല്ലാ പ്രൊഡക്ട്സും മാറി മാറി ട്രൈ ചെയ്യുക. അങ്ങനെ ചെയ്യുക എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്ട്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമാണത് തോന്നുവാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷൻ എടുക്കുന്നതും കൺസിഡർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സെറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു അൾട്ടിമേറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്സിനും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് കാണിക്കുന്ന ഒരു സ്കിൻ കെയർ റുട്ടീൻ തന്നെയാണ്. അതിപ്പോൾ നിങ്ങൾ ഈ ഒരു സ്കിൻ കെയർ റുട്ടീനിലോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് അതിൻ്റെ റിസൾട്ട്സ് കിട്ടിയിരിക്കും. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ബ്രാൻഡും അതുപോലെ തന്നെ പ്രൊഡക്ട്സും ഒക്കെ അനുസരിച്ചിരിക്കും. എന്നാൽ അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ബോണസ് ടിപ്പ് കൂടെ തരാം. അത് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും കൺസിഡർ ചെയ്യുന്ന, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നൊരു ഫാക്ടറല്ല, ബട്ട് ഇത് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിലൊരു ഗെയിം ചേഞ്ചർ ആകാനായിട്ട് തന്നെ പറ്റുന്നൊരു ഫാക്ടർ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പില്ലോ കവർ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒക്കെ നിങ്ങളുടെ പില്ലോയിൽ ആ ഒരു ബാക്ടീരിയാസും
പിന്നെ അതുപോലെ തന്നെ ആ ഒരു അഴുക്കും എല്ലാം അടിഞ്ഞുകൂടിയിരിക്കാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ ഫേസിൽ തന്നെയുള്ള എന്തെങ്കിലും അഴുക്കോ ബാക്ടീരിയാസോ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുന്ന ടൈമിൽ ആ ഒരു പില്ലോയിലോട്ട് പറ്റിപ്പിടിച്ചിരിക്കാനായിട്ട് വളരെ അധികം ചാൻസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ എന്തൊക്കെ സ്കിൻ കെയർ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ പിന്നെയും ആ ഒരു പില്ലോയിലോട്ട് പോയി കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിൽ വീണ്ടും ആ ഒരു ബാക്ടീരിയാസും അഴുക്കും എല്ലാം വീണ്ടും പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ആ ഒരു പില്ലോ കവർ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസ്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. So now that's it my friends, stay tuned and we'll catch you on the next video.